ഹരിപ്പാടൻസിലേക്ക് സ്വാഗതം. വീണ്ടും നമ്മളൊരു റോഡ് ട്രിപ്പാണ്. അതായത് ഹരിപ്പാട് നങ്ങ്യാർകുളങ്ങര മുതൽ അമ്പലപ്പുഴ വരെയുള്ള ഒരു ഹൈവേ NH-ന്റെ ഡെവലപ്മെന്റ്സ് ആണ്. ഇപ്പൊ നേടെ നങ്ങ്യാർകുളങ്ങര തെക്ക് ഭാഗമാണ്. ഇവിടെല്ലാം ടാറിങ് ഒക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിടക്കുകയാണ്. അങ്ങനെ നമ്മള് നങ്ങ്യാർകുളങ്ങരയിലെ ഒരു പ്രധാന വിഷയം കൂടി കാണിക്കുവാനാണ് ഈ വ്ലോഗ് ചെയ്യുന്നത്. നങ്ങ്യാർകുളങ്ങരയ്ക്ക് ജംഗ്ഷന്റെ വടക്ക് ഭാഗത്തുള്ള ആ കാണുന്ന നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയ ബിൽഡിംഗ് കാണുന്നുണ്ട്, വാര്യത്ത് ബിൽഡിംഗ്. പൂർണ്ണമായും പൊളിക്കണം എന്നുള്ള ഒരു തീരുമാനം ഒക്കെ പേപ്പറിൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് അതിന്റെ ഒരു തർക്കങ്ങൾ അവിടെ നിൽക്കുന്നതിലാണ് നങ്ങ്യാർകുളങ്ങരയിലെ പണികൾ ഇപ്പോൾ ഇച്ചിരി ഡിലേ ആവുന്നത്. ഇവിടെ ഫ്ലൈ ഓവറും മറ്റു കാര്യങ്ങളൊക്കെ പൈലിംഗ് ഒക്കെ ചെയ്തു തുടങ്ങിയതാണ്. നമുക്ക് മുന്നിൽ കാണുന്ന അതിഭീമമായ എനിക്കൊന്ന് 6-7 നിലകളുള്ള ഒരു കെട്ടിടമാണ് ആ കാണുന്നത്. ആ കെട്ടിടമാണ് പൊളിക്കണമെന്നുള്ള ഇപ്പോൾ ഒരു നിർദ്ദേശം വന്നിട്ടുള്ളത്. ഇവിടെ വേണ്ട ക്രെയിനുകളൊക്കെ കൊണ്ടിട്ട് എന്തൊക്കെയോ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ 3 പില്ലറുകൾ, വലിയ പില്ലറുകൾ അവിടെ തീർന്നിട്ടുണ്ട്. ഒരു 10-12 അടി പൊക്കത്തിൽ തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ കാണുന്ന ബിൽഡിംഗ് ആണ് ഇപ്പോൾ ഒരു തർക്കത്തിൽ ഇങ്ങനെ കിടക്കുന്നത്. ആ ബിൽഡിംഗ് ആണ് പൊളിക്കണമെന്ന് ഇപ്പോൾ ഒരു നിർദ്ദേശം വന്നിട്ടുള്ളത്. ഇതിപ്പോ കോടതി വ്യവഹാരങ്ങളൊക്കെ നടക്കുന്നതിനാൽ നമുക്ക് അതിന്റെ മറ്റു കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ചെറിയ മഴ, കാർമേഘമൊക്കെ മൂടിക്കിടക്കുകയാണ്. മഴ അങ്ങനെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കേരളത്തില് വയനാട് ദുരന്തം ഉൾപ്പെടെയുള്ള വലിയ അപകടങ്ങൾക്ക് ശേഷം ഉള്ള ഒരു മഴയുടെ തുടക്കമാണ് ഇപ്പോൾ വീണ്ടും തുടങ്ങുന്നതെന്നൊക്കെ ഒരു ചാനലിലെ ന്യൂസ് വരുന്നുണ്ട്. എന്താണെന്ന് നമുക്കറിയില്ല. കാര്യങ്ങൾ ഇനി കണ്ടു കാണാം. ഇത് കോളേജ് ജംഗ്ഷനാണ്. കോളേജ് ജംഗ്ഷൻ്റെ ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. കോളേജിലേക്ക് ഈ തിരിയുന്ന ഈ റോഡിന്റെ ഇവിടെയുള്ള അണ്ടർപാസിന്റെ പണികളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട്. മഴയായി, അങ്ങനെ മഴ തുടങ്ങി. ഇപ്പോൾ കേരളത്തിൽ എന്നും മഴയാണ്. ഇടപെട്ട് വരുന്ന മഴകളൊക്കെ NH-ന്റെ പണികളെ ചെറുതായിട്ടെങ്കിലും ബാധിക്കുന്നുണ്ട്. എന്നാലും NHAIയുടെ പ്രവർത്തനം വളരെ നല്ല ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. നമുക്കിനിയും പ്രധാനമായിട്ടുള്ള ഒരു തോട്ടപ്പള്ളി പാലമൊക്കെയാണ് കാണാൻ മുന്നോട്ടുള്ള കാഴ്ചകളിലുള്ളത്. അതുപോലെ മാധവ ജംഗ്ഷനിലെ അവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അവിടെ വീയവരം സൈഡിലേക്കുള്ള തിരിയുന്ന കാഴ്ചകൾ ഒക്കെ ഉണ്ട്. മുന്നോട്ട് പോകുന്ന കാഴ്ചകളാണ്. ടാറിങ്ങിനൊക്കെ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള മെഷീനറീസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ടെക്നോളജി ഇതിന്റെ യൂസ് ചെയ്യുന്നത് വളരെ നല്ല ഒരു കാര്യമാണ് കാണാൻ തന്നെ. അത് എത്രയോ മീറ്റർ, എനിക്ക് തോന്നുന്നൊരു 5-8 മീറ്ററോളം വീതിയിൽ അതിന്റെ ടാറ് വിരിക്കുന്നതൊക്കെ ആ മെഷീന്റെ നല്ല കാഴ്ചകളാണ്. ഇവിടെ ഇപ്പൊ KSRTC ഹരിപ്പാട് KSRTC ബസ് സ്റ്റാൻഡ് ഒക്കെ വന്നിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന വഴിയാണ്. റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. KSRTC ഇവിടെ കുറെ പ്രശ്നങ്ങളായിരുന്നു. KSRTC ഇവിടെ ഭയങ്കര മഴയൊക്കെ വന്നിട്ട് കുഴിയൊക്കെ ആയിട്ട് ഇതെല്ലാം ഇപ്പൊ നികത്തിയിട്ടുണ്ട്. അത്യാവശ്യം ഇവിടെ ചെറിയ ഇതൊക്കെ ഗട്ടറുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം യാത്ര ചെയ്യാവുന്ന ഒരു കണ്ടീഷൻ ആക്കിയിട്ടുണ്ട് അവര്. MLA-യുടെ ഇടപെടലുകളൊക്കെയാണ്. വീണ്ടും നമ്മൾ ഹരിപ്പാട് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇനി അടുത്ത ജംഗ്ഷൻ എന്ന് പറയുന്നത് മാധവ ജംഗ്ഷനാണ്. മഴ വീണ്ടും കൂടി. ഇവിടെ വന്നപ്പോഴത്തേക്ക് മാധവ ജംഗ്ഷനിലെ ഇപ്പം റോഡ് 2ആയിട്ട് തിരിച്ചിട്ട് പോകുന്നുണ്ട്. എന്നാലും പഴയ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇവിടുന്ന് വീയവരം ഭാഗത്തേക്കുള്ള ചക്കുളത്ത് ഭാഗത്തേക്കുള്ള റോഡാണ് ഇവിടെ തിരിയുന്നത്. ഇവിടെ പണികളൊക്കെ ഏകദേശം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഓവർബ്രിഡ്ജിന്റെ പണികളൊക്കെ ഏകദേശം 5-8 മീറ്റർ ഉയരത്തിലൊക്കെ ആയി. ഇങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ അമ്പലത്തിന്റെ സൈഡിലോട്ട് വരുമ്പോൾ ഉള്ളത് ഇനിയും ഇവിടെയൊക്കെ കുറെ ചെയ്യാനുണ്ട്. ഇവിടെയൊക്കെ എർത്ത് വർക്കുകൾ കുറച്ച് കുറവാണ്. ഇവിടെ നല്ല പ്ലെയിൻ ആയിട്ടുള്ള പ്രദേശമായതുകൊണ്ട് ഇവിടെ വലിയ എർത്ത് വർക്കുകളൊന്നും ഇവിടെ ആവശ്യമില്ല. റോഡ് നല്ല നിരപ്പാണ് ഇവിടെ. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് കുമാരപുരം നാരകത്ര ജംഗ്ഷനിലാണ്. ഇവിടെ ഈ കിഴക്കേ സൈഡൊന്നും തൊട്ടിട്ടേ ഇല്ല. ഇവിടെ ഇപ്പൊ ഒരു 2 ലൈൻ ഓക്കെയാണ്. പക്ഷെ കിഴക്കേ സൈഡിൽ കൂടെ ഒക്കെ ഉള്ള ഒത്തിരി കുറെ ഫില്ലിങ്ങും ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കിടക്കുകയാണ്. അതാണ് ഇവിടുത്തെ അവസ്ഥകൾ. ഇനി മുന്നോട്ട് വരുമ്പോൾ കരുവാറ്റയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഈ സൈഡിലൊക്കെ ഇപ്പൊ ഉള്ള ഒരു ഗ്യാപ്പില് വീണ്ടും ഈ കടകളൊക്കെ, രാത്രി കടകളും അതുപോലെ വെജ് കടകളും ഒക്കെ വീണ്ടും വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പൊ ഇവിടെ റോഡ് പണിയൊക്കെ ആവുന്നുണ്ട്. ഇവിടെ ചായ കടികളൊക്കെ, ഇതൊക്കെ ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് രാത്രി നല്ല രസമാണ് കാണാൻ. രാത്രിയിലുള്ള യാത്രക്കാർക്ക് സ്നാക്സും ചായയൊക്കെ കഴിച്ചു പോകാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ ഏറ്റവും കൂടുതൽ ചാകര കാഴ്ചകൾ ഇഷ്ടംപോലെ കാണിക്കുന്നുണ്ട്. ഒത്തിരി നല്ല റെസ്പോണ്ടാണ് എല്ലാവരും ചെയ്യുന്നത്. ഇന്ന് അതിൽ നിന്ന് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചാണ് നമ്മൾ ഈ NHന്റെ വൈഡനിങ് കാഴ്ചകളിലേക്ക് മാറിയിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് മഴയില്ല, കരുവാറ്റ രക്ഷപ്പെട്ട്. റോഡിന്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളിനി കായംകുളത്തെ ഒരു വ്ലോഗ് നേരത്തെ ചെയ്തതാണ്. കായംകുളത്താണ് ഈ NHയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം നടക്കുന്നത്. അവിടുത്തെ നഗരത്തെ കോളേജിനെയും അതുപോലെ മറ്റ് സ്കൂളുകളെയൊക്കെ ബന്ധിപ്പിക്കുന്ന അവിടെ എലിവേറ്റഡ് ഹൈവേ, ഉയരപ്പാത എന്ന ഒരു ആവശ്യത്തില് രാഷ്ട്രീയ, ജാതി, മത, വർണ്ണ വ്യത്യാസമെന്നെ അവിടെ കായംകുളം നിവാസികളെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു വ്ലോഗ് കായംകുളത്തിന്റെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ശരിക്കും ഒരു നല്ല കാര്യമാണ്. എലിവേറ്റഡ് ഹൈവേ വരികയാണെങ്കിൽ ഇതിന്റെ താഴേക്ക് ആ ടൗണിലെ പാർക്കിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ അതിന്റെ അണ്ടറിൽ കുറച്ച് വരും. അതുപോലെ തന്നെ എല്ലാ കച്ചവടക്കാർക്കും അതുപോലെ കോളേജിലോട്ട് പോകുന്ന ആൾക്കാർക്കും ഒക്കെ ഒരു വലിയ ഗുണമായിരിക്കും അവിടെ ഒരു എലിവേറ്റഡ് ഹൈവേ വരികയാണെങ്കിൽ. പക്ഷെ അതിന്റെ കാര്യങ്ങള് സർക്കാരും മറ്റ് അധികൃതമായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ കാര്യമായ ഡെവലപ്മെന്റ്സ് ഒന്നുമില്ല. നമ്മളിനിയും തോട്ടപ്പള്ളിയിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് തോട്ടപ്പള്ളിയിലെ ഏറ്റവും, ആലപ്പുഴ ജില്ലയിൽ എനിക്കൊന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പാലമാണെന്ന് തോന്നുന്നു ഇവിടെ വരുന്നത്. അതായത് ഈ സൈഡിൽ നിന്ന് പാലത്തിന്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഇവിടെ അതിന് മുമ്പേ തന്നെ, തോട്ടപ്പള്ളി പാലത്തിന് മുമ്പേ തന്നെ ചെറിയ പാലമുണ്ട്. ഇവിടുന്ന് തന്നെ ഈ പാലം ഇങ്ങനെ കയറി പോകും. അപ്പം ഏകദേശം കണ്ടൊരു 1.5-2 കിലോമീറ്റർ കേരളത്തിലൊരു പാമ്പൻ പാലമാണ് ഇവിടെ തീരാൻ പോകുന്നത്, തോട്ടപ്പള്ളി. അപ്പൊ നമുക്ക് പാലത്തിന്റെ പണികളൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാം. വെൽക്കം ടു തോട്ടപ്പള്ളി ബാക്ക് വാട്ടേഴ്സ്. അതാണ് ഇവിടുത്തെ ഒരു ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഡെവലപ്മെന്റ്സ് ഉണ്ടാകാൻ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് തോട്ടപ്പള്ളി. ഇവിടെ പാലത്തിന്റെ പണികൾ ദ്രുതഗതിയിൽ നടക്കുകയാണ്. ഇവിടെ ഈ സൈഡിലെല്ലാം, തെക്കേ സൈഡിലെല്ലാം പാലത്തിന്റെ ബീമുകളും തൂണുകളും ഒക്കെ പണികൾ നടക്കുന്നുണ്ട്. വേണ്ട കായലിനകത്ത് നടക്കുന്ന പണികളാണ് ഈ കാണുന്നത്. വലിയ ക്രെയിനുകളും അതുപോലെ മെഷീനറികളും ഒക്കെ ഉപയോഗിച്ച് എത്ര ക്രെയിനുകൾ കിടക്കുന്നു നോക്കിയേ. പക്ഷെ ഇവിടെ വെള്ളത്തിലാണേ പോലും, മഴയാണേലും പണികൾ നല്ല രീതിയിൽ പെട്ടെന്ന് നടക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. മെഷീനറികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ പൈലിംഗ് എല്ലാം കഴിഞ്ഞു. ഇപ്പൊ തൂണുകളൊക്കെ പൊങ്ങിക്കഴിഞ്ഞു. കോൺക്രീറ്റ് അവിടെ നടക്കുന്നുണ്ട്. ഞായറാഴ്ചയാണ് നമ്മൾ ഈ വ്ലോഗ് എടുക്കുന്നത്. എന്നിട്ട് പോലും അവിടെ പണികൾ നടക്കുന്നുണ്ട്. രാത്രിയിൽ നിന്ന് ഇവിടെ ഇതിനകത്ത് പണിയില്ല.
പൊഴിയൊക്കെ മുറിഞ്ഞിരിക്കുകയാണ്. വെള്ളമൊക്കെ ഒഴുകുന്ന കാഴ്ചകൾ കാണാം. ഇനി നമ്മൾ മുന്നോട്ടുള്ള കാഴ്ചകൾ കാണാം. ഈ തോട്ടപ്പള്ളി പാലം കഴിഞ്ഞ് സ്പിൽവേ കഴിഞ്ഞ് ഈ ഭാഗത്തൂടെ കാണിച്ചു തരാം. ഹാർബറിലേക്ക് പോകുന്ന ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് സ്കൂട്ടറൊക്കെ വരുന്ന അവിടെ ലെഫ്റ്റിലേക്ക് പോകുന്നത് ഇതാണ് ഹാർബറിലേക്കുള്ള വഴികൾ. അവിടെയാണ് നമ്മൾ മീനിന്റെ വ്ലോഗൊക്കെ ചെയ്യാൻ പോകുന്നത്. തോട്ടപ്പള്ളി കഴിഞ്ഞ വടക്ക് ഭാഗത്ത് ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡില് ഏതാണ്ടൊരു 4 അടി പൊക്കത്തില് റോഡ് പൊക്കി ടാറിങ് ഒക്കെ ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കൂടെ ഒരു അണ്ടർപാസ് കരൂർ ക്ഷേത്രം, നമുക്കറിയാം ഒറ്റപ്പന നിന്ന ക്ഷേത്രമാണ്. ഇവിടുത്തെ ഒരു വലിയ ഒരു ക്ഷേത്രത്തിന് മുന്നിലുള്ള പന നിന്നത് വിവാദമൊക്കെ സൃഷ്ടിച്ച ഒരു പനയായിരുന്നു. പക്ഷെ അത് എടുത്ത് കളഞ്ഞു. ഇപ്പൊ അവിടെ താണ്ട കരൂർ ക്ഷേത്രത്തിന് മുന്നിലുള്ള അണ്ടർപാസ് ആണ് ഇവിടെ കാണാൻ പോകുന്നത്. ക്ഷേത്രത്തിന്റെ അലങ്കാര ഗോപുരങ്ങളും മറ്റുമൊക്കെ പോയതാണ്. ഇപ്പൊ നമ്മുടെ ക്ഷേത്രത്തിന്റെ പണികളൊക്കെ നടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. ഈ ഭാഗമെല്ലാം ടാറിങ് ഒക്കെ കഴിഞ്ഞ് ഏതാണ്ടൊരു ഹാഫ് പോർഷന് നല്ല രീതിയിൽ ടാറിങ് കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ ട്രാഫിക് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതിനുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. 6 വരിപ്പാതയുടെ ഏതാണ്ട് 2 വരി ഇതിന് കിഴക്ക് സൈഡിലൂടെ കട്ട് റോഡ് പോകുന്നുണ്ട്. അപ്പൊ അത്രയും സ്ഥലം അവിടെ കുറയും. പക്ഷെ ഇവിടെ നല്ല ടാറിങ് കഴിഞ്ഞ് നല്ല സ്മൂത്ത് റോഡാണ് ഇപ്പൊ. എന്നാലും രാത്രികാലങ്ങളിലൊക്കെ അവിടെ യാത്ര, ലൈറ്റിന്റെ പരിമിതി ഇവിടെ ഒരു വലിയ പ്രശ്നമാണ്. റോഡ് എവിടെയൊക്കെ ഡൈവേർഷൻ എന്നൊക്കെയുള്ള സിഗ്നലുകളൊക്കെ ഉണ്ട്. വളരെ കെയർ ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് ഇവിടെ. നമ്മളിപ്പോ പുറക്കാട് ഭാഗത്താണ് വന്നിട്ടുള്ളത്. പുറക്കാട് ഇവിടെ ഒരു അണ്ടർപാസ് ഇവിടെ ഉണ്ട്. പുറക്കാട് ജംഗ്ഷനിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്കുള്ള റോഡിന്റെ ഇവിടെ വലിയ കാര്യമായ പണികളൊന്നും ഇവിടെ ഇപ്പം നടന്നിട്ടില്ല. പഴയ റോഡ് തന്നെയാണ് ഇപ്പോൾ നമ്മളിപ്പോ പോകുന്നത്. പുറക്കാട് മസ്ജിദാണ്. ഇവിടുത്തെ കുറച്ച് പോർഷൻ അവരുടെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നല്ല രീതിയിൽ അത് പുതുക്കി പണിഞ്ഞിട്ടുണ്ട്. മീൻ കച്ചവടമൊക്കെ ഒരു സൈഡിലെ തകൃതിയായി നടക്കുന്നു. പുറക്കാട് വടക്ക് ഭാഗത്തേക്ക് വരുമ്പം നല്ല രീതിയിൽ ടാർ ചെയ്ത് നല്ല സ്മൂത്ത് റോഡാണ്. ഇവിടുത്തെ നമുക്ക് ട്രാവൽ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ ശ്രദ്ധിച്ച് പോകണമെന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ എപ്പോഴും പറയാറുള്ളത്. പടിഞ്ഞാറ് ഭാഗം കുറച്ച് താഴ്ച രീതിയിലാണ് റോഡ് പോകുന്നത്. എനിക്ക് തോന്നുന്നു അവിടുത്തെ അണ്ടർപാസ് ഉള്ളതിനായിരിക്കും. അവിടെ അണ്ടർപാസിന്റെ ഇതുള്ളതുകൊണ്ടാണ് അവിടെ റോഡിന് താഴ്ച വന്നിട്ടുള്ളത്. അമ്പലപ്പുഴ എത്തിയിരിക്കുകയാണ്. അമ്പലപ്പുഴ ജംഗ്ഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇവിടെ ദ്രുതഗതിയിൽ ഇവിടുത്തെ അണ്ടർപാസിന്റെ പണികള്, മെയിൻ ഒരു ജംഗ്ഷൻ അല്ലേ, അപ്പൊ ഇവിടെ പണികൾ എങ്ങനെ പുരോഗമിക്കുകയാണ്. തൂണുകളൊക്കെ ഇങ്ങനെ നല്ല ഉയരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഡൈവേർഷൻ ഉണ്ട് ഇവിടെ.